കടുവ ഭീതി ഒഴിയാതെ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നിലായി നിവാസികൾ. ചതിരൂർ നിലായി നിവാസികൾ ഇപ്പോഴും കടുവാ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെ വളർത്തുനായ്ക്കളെ കാണാതാവുകയും കാടിനുള്ളിൽ നിന്ന് കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വന്യജീവിയുടെ അലർച്ചയും കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ വന്യജീവിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും 10ഓളം ക്യാമറകൾ നിരീക്ഷണത്തിനായി സ്ഥാപിക്കുകയും 24 മണിക്കൂറും പെട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ക്യാമറയിൽ ഒന്നും കടുവയുടെ ചിത്രം തെളിയുകയോ സ്ഥാപിച്ച കൂടിനടുത്തേക്ക് കടുവ എത്തുകയോ ചെയ്തിട്ടില്ല. വനത്തിനുള്ളിൽ നിന്നും ഇപ്പോഴും കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന അലർച്ചയും മുരൾച്ചയും കേൾക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇതേ തുടർന്ന് 22-ലധികം വരുന്ന വനംവകുപ്പ് വാച്ചർമാർ എല്ലാ സന്നാഹവും എടുത്ത് കാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സ്വയം രക്ഷയ്ക്കായുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് വനംവകുപ്പ് വാച്ചർമാർ കാടിനുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കടുവയുടേതോ പുലിയുടേതാണോ എന്ന് അറിയാനും നിരീക്ഷിക്കാനുമാണ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഫോറസ്റ്റർമാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് വാച്ചർമാർ കാടിനുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രസാദും ആറളം വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വാർഡൻ രമ്യ രാഘവൻ എന്നിവരും ചതിരൂർ നിലായിൽ എത്തി. CPI നേതാക്കളായ KT ജോസ്, സന്തോഷ് പാലക്കാട്, ശങ്കർ സ്റ്റാലിൻ, EC അനീഷ് എന്നിവരും ചതിരൂർ നിലായി പ്രദേശം സന്ദർശിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റി ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ആവശ്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും വളർത്തുനായകളെ നഷ്ടപ്പെട്ട ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും സന്ദർശനത്തിനു ശേഷം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസ് പറഞ്ഞു. ആറളം പഞ്ചായത്തിലെ ചതിരൂർ പരിപ്പുതോട് മേഖലയിൽ ഒരാഴ്ചത്തോളമായി കടുവ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി ചുണ്ടങ്ങുന്ന ബിനോയിയുടെ വലിയ വിലയുള്ള നായയെ കടുവ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടാവുകയും ഇന്നലെ ജനങ്ങളാകമാനം അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും തുടർന്ന് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെത്തി കൂട് സ്ഥാപിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മേഖലയിൽ അത് വിയറ്റ്നാം വരെയുള്ള ഈ മേഖലയിലെ മുഴുവൻ ആളുകളും ഒരു ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. പട്ടിയുടെ വില ഒരു നഷ്ടപരിഹാരമായി. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കടുവയെ പിടികൂടുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തികഞ്ഞ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണം. നഷ്ടപരിഹാരം കൊടുക്കുന്ന നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം അറിയിച്ച ചതിരൂർ നീലായി മലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. നിതാന്ത ജാഗ്രതയോടുകൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഇവിടെ ഇപ്പോൾ കാട്ടിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും കടുവയുടെ കരച്ചിൽ കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. കൂട് സ്ഥാപിച്ചെടുത്തേക്ക്, ക്യാമറ സ്ഥാപിച്ചെടുത്തേക്ക് ഒന്നും ഈ വന്യജീവി വന്നതേയില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇത് ജീവിക്കുന്നത് ഉള്ളത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിശ്ചയവുമില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജീവൻ പോലും പണയം വെച്ച് ഇന്ന് കാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായി കഴിഞ്ഞ ദിവസം ആ വന്യജീവിയുടെ ക്രമത്തിൽ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള നായയുടെ വലിയ വിലയുള്ള നായയാണ്. ആ നായയുടെ ആ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുകയാണ്. KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ AHN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ AHN ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.